എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഈ ഒരു ചാനലിൽ സത്യം പറഞ്ഞാൽ എത്ര നാളായല്ലേ വീഡിയോ ഇട്ടിട്ട്. നമ്മൾ ബിഗ് ബോസിൻ്റെ വിശേഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇട്ടുകൊണ്ടിരുന്ന ചാനലായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ നാൾക്ക് മുന്നേ തോന്നിയ കാര്യങ്ങളാണ് ഈ ഒരു കാര്യം എനിക്ക് ചെയ്യണം എന്നുള്ളത്. അത് ചിലതൊക്കെ ഞാൻ തുടങ്ങി വെച്ചായിരുന്നു, പക്ഷെ അത് ഇടയ്ക്ക് വെച്ചങ്ങ് ബ്രേക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചു. ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നൊന്ന് പറയണം. എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിൽ TV സീരിയൽസൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നതാണല്ലോ. അപ്പോൾ ഞാനും കാണുന്നതാണ്. എനിക്കും കുറച്ച് ഇഷ്ടപ്പെടുന്ന സീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പണ്ടേ വിചാരിച്ചിരുന്നു നമുക്കൊരു റിവ്യൂ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് കണ്ടിട്ട് അഭിപ്രായങ്ങളും എല്ലാം, അതായത് പ്രേക്ഷകരുടെ അഭിപ്രായവും എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു 6 മണി തൊട്ട് ഒരു 9 മണി വരെ ഈ TV സീരിയൽസൊക്കെ ഉണ്ടാവും. ഞാൻ കുത്തിയിരുന്ന് കാണലില്ല, ചിലതെല്ലാം ഞാൻ കുത്തിയിരുന്ന് കാണലുണ്ട്. ചില സീരിയൽസൊക്കെ ഞാൻ അങ്ങനെ കളയും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ടെലിവിഷൻ അവാർഡ്സിൻ്റെ കമ്മിങ് സൂൺ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട TV സീരിയൽസ് ഏതൊക്കെയാണെന്നും ഏതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റിയാലിറ്റി ഷോസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യൻ റിയാലിറ്റി ഷോയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് സ്പ്ലിറ്റ്സ് വില്ല സീസൺ 16. ആരൊക്കെ അത് കാണുന്നുണ്ടെന്ന് പറയണേ. എൻ്റെ ദൈവമേ, ഇതുവരെ ഉള്ള സ്പ്ലിറ്റ്സ് വില്ലയിലെ ഏറ്റവും രസകരമായിട്ടും ഓരോ എപ്പിസോഡും എന്തായിരിക്കും, അതായത് ഇവർ ഈ കപ്പിൾ ഷോയാണ് ഇതിനകത്ത് ഇവരുടെ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ഈ ഷോയ്ക്ക് വേണ്ടിയിട്ടും കണ്ടന്റിന് വേണ്ടിയിട്ടും പലരും ഫേക്ക് ആയിട്ടുള്ള ലവ് ആംഗിളും ലവ് കോംബോയൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇത്ര നല്ല രീതിയിൽ അതിനെ എക്സ്പോസ് ചെയ്ത ഒരു സീസൺ, ഇവരുടെ കള്ളക്കളികൾ എല്ലാം ഗെയിമിന് വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊക്കെ പുറത്തു കൊണ്ടുവന്നൊരു സീസണാണ് ഈ സീസണിലെ സ്പ്ലിറ്റ്സ് വില്ല 16. സത്യം പറഞ്ഞാൽ നമ്മുടെ മറ്റേ 50 ഷോ ഉണ്ടല്ലോ, വലിയ വലിയ സ്റ്റാർസിനെയൊക്കെ വെച്ച് നടത്തുന്ന 50 ഷോ, ആ ഷോവിനെയും കടത്തി വെട്ടി നമ്മുടെ സ്പ്ലിറ്റ്സ് വില്ല 16. ആരൊക്കെ കാണുന്നുണ്ടെന്ന് പറയണേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് നേരെ TV സീരിയൽസിലേക്ക് വരാം. അപ്പോൾ TV സീരിയൽസിൻ്റെ കാര്യം പറയാമെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഞാൻ കുറച്ച് എൻ്റെ ടോപ്പ് 3 സീരിയൽസ്, എൻ്റെ ടോപ്പ് 3 ഒന്നും അല്ല കേട്ടോ, ഞാൻ കാണുന്ന സീരിയൽസാണ്. അതിൽ ആദ്യത്തേതെന്ന് വരെ മഴ തോരും മുൻപേ. മഴ തോരും മുൻപെയാണ് എൻ്റെ എനിക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതൊരു 7 മണിക്കാണ് അല്ലേ, വൈകുന്നേരം 7 മണിക്കാണ് ഈ സീരിയൽ. അപ്പം ഇതിന് നല്ല റേറ്റിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പഴയ ഒരു ഏഷ്യാനെറ്റിൽ വന്ന സീരിയലിൻ്റെ അതേ ബേസ് തന്നെയാണ്. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങളും ഈ കഥയുടെ ഒരു ഗതിയുമൊക്കെ കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. മറ്റതുപോലെ പഴയ പോലെ അതേ റീമേക്കോ അല്ലെങ്കിൽ അതേപോലത്തെ കഥയൊന്നുമല്ല. എന്നാലും ഇതിനകത്ത് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വ്യത്യാസമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോരുത്തരുടെ അഭിനയവും എല്ലാം നല്ല കുങ്കുമപ്പൂവിൻ്റെ സീരിയലിൻ്റെ അതേ ഒരു ബേസ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു മഴ തോരും മുൻപേ. അത് മാത്രമല്ല, ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയൊരു സീരിയലാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ മഴ തോരും മുൻപേ? അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സീരിയൽ പറഞ്ഞാൽ കാറ്റത്തെ കിളിക്കൂട്. അത് 8 മണിക്കാണ് കാറ്റത്തെ കിളിക്കൂട്. അതിനകത്തും ഒരു ഡിഫറെൻറ്റ് തീമാണ്. ഇതുവരെ ഒരു സീരിയലിലും കാണാത്തൊരു തീമായതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് ആ ഒരു തീം ഇഷ്ടപ്പെട്ടു. അതായത് ഇതിലെ ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് സാധാരണ സീരിയലിലെ പോലെ ഈ സർവം സഹ അങ്ങനത്തെ ഒരു പിച്ച് പിടിച്ചല്ല പോകുന്നത്. ഒരു റിയൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി എങ്ങനെയാണോ ആ രീതി, അല്ലാതെ ഇങ്ങനെ ഈ സർവം സഹിച്ച് അങ്ങനെ ഞാനെല്ലാം ത്യാഗിയാണ് എന്ന് കാണിക്കുന്ന ഒരു സീരിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറേയൊക്കെ ഒരു റിയാലിറ്റി ആയിട്ട് എനിക്ക് ഈ സീരിയലിലെ ഫീമെയിൽ ഹീറോയിനെ എനിക്കിഷ്ടപ്പെട്ടു, ലീഡ് റോളിനെ. പിന്നെയുള്ളത് എനിക്കിഷ്ടപ്പെട്ട ചെമ്പനീർ പൂവാണ്. ചെമ്പനീർ പൂവ് നല്ല സീരിയലാണ്, അതും വ്യത്യസ്തമായൊരു സീരിയലാണ്. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഈ ലാഗ് ആകുമ്പോഴാണ് സീരിയലിനൊക്കെ നമുക്കൊരു ബോറ് തോന്നുന്നത്. അതായത് ചില കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല, ഇത് പിടിക്കും, ഈ കള്ളത്തരങ്ങളൊക്കെ പിടിക്കും. പക്ഷേ എന്നാലും ഈ സീരിയലിൽ പല പ്രാവശ്യം കള്ളത്തരങ്ങൾ വന്നാലും അത് ഒരാൾ ചെയ്യുന്ന കള്ളത്തരം മാത്രം പിടിക്കുകയും മറ്റാൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ വർഷങ്ങളോളം ഒളിച്ചു വെക്കുകയും അങ്ങനത്തേത്. അപ്പോൾ അതൊന്ന് പെട്ടെന്നാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമുണ്ടാകും. അപ്പോൾ ഈ 3 സീരിയലാണ് എനിക്ക് ഇതിനകത്ത് ഫേവറേറ്റ്സ് ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ്സ്. മഴ തോരും മുമ്പേ, കാറ്റത്തെ കിളിക്കൂടും, ചെമ്പനീർ പൂവ്. നിങ്ങളുടെ ടോപ്പ് 3 സീരിയൽസ് ഏതൊക്കെയാണെന്ന് പറയണം. ഞാൻ ഏതൊക്കെ സീരിയൽ റിവ്യൂ ചെയ്യണമെന്ന് പറയണം. ഇനി അടുത്ത് ബാക്കിയുള്ള ഞാൻ പറയാം. 10:30 8:30 സീരിയലാണ് ആദർശൻ നായനയുടെ സീരിയൽ. എനിക്ക് ഈ സീരിയൽ തുടക്കത്തിൽ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുളമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോലെ തോന്നുന്നു എനിക്ക്. അതിൻ്റെ ആ ഒരു വഴി, അതായത്
ആ പോകുന്ന രീതി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സീരിയലായിരുന്നു ഇത്. കാര്യം അതും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ് ഇത്. പിന്നെ ഈ സീരിയൽസ് എല്ലാം ഓൾറെഡി വിജയ് ടി വിയിൽ വന്നതാണ്. കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ കഥയും ഒക്കെ അറിയാം. ഞാൻ പക്ഷേ ഇത് തമിഴ് സീരിയൽസ് കാണലില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻറ്റ് സെക്ഷനകത്ത് ഇതിങ്ങനെ സംഭവിക്കും, ഇതിൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നേരത്തെ തന്നെ കഥ അറിയാം. നിങ്ങളുടെ അടുത്ത് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും സീരിയലിലെ കഥ വ്യത്യാസമുണ്ടോ? ഇതെല്ലാം ഡിറ്റോ കോപ്പി തന്നെയല്ലേ, അതോ വ്യത്യാസപ്പെട്ട് ഏതെങ്കിലും കഥ പോകുന്നുണ്ടോ നമ്മുടെ മലയാളത്തിൽ? തമിഴിൽ ഇങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ അങ്ങനെ അല്ലാത്ത രീതിയിൽ ഏതെങ്കിലും സീരിയൽ പോകുന്നുണ്ടോ എന്നൊന്ന് പറയണേ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സാന്ത്വനം 2 എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു സീരിയലാണ്. നല്ല സീരിയൽ തന്നെ, കുഴപ്പമൊന്നുമില്ല. തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ എന്നും ഇരുന്ന് നല്ല രീതിയിൽ നമ്മൾ എൻജോയ്. കാര്യം നമ്മുടെ വീട്ടിൽ ഇതാ വെക്കുന്നത്. ഞാൻ ഇങ്ങനെ സീരിയലിന് വേണ്ടി കുത്തിയിരുന്ന് കാണുന്നതല്ല. വീട്ടിൽ അച്ഛനും അമ്മയും കാണുന്നതുകൊണ്ട് സീരിയൽ ഇത് ഇട്ടേക്കും. നമുക്ക് ഈവൻ ഞാൻ അവിടെ കൂടെ നടന്നു പോയി ഞാനിത് കേൾക്കും. ആകെ കൂടെ ഇത് കേട്ടാൽ മതി, അവിടെ കൂടെ എവിടെയെങ്കിലും നടന്നു പോയി ജസ്റ്റ് കേട്ടാൽ മതി. രണ്ടും ദിവസം ഒരേ കഥാതന്തു തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതെന്താണ് നടക്കണം എന്നുള്ളത്. അങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ സീരിയൽസിനെ കുറിച്ച് എനിക്ക് അറിയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നമുക്കൊരു കണ്ടൻറ്റാക്കി ഇത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. കാര്യം കുറേ പേർക്ക് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാൻ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കമൻറ്റ് സെക്ഷനാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ സാന്ത്വനം 2 നല്ല സീരിയൽസ് ആയിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ഇത് തന്നെ വലിച്ചു നീട്ടലാണ് പ്രശ്നം. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഉദയഭാനുവിൻ്റെ കള്ളത്തരങ്ങൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരങ്ങൾ ബാലചന് മനസ്സിലായി. പക്ഷെ അത് അങ്ങോട്ട് പൊട്ടിക്കുന്നില്ല. അത് പൊട്ടിച്ചാൽ അത് വേറെ ഇതിലേക്ക് പോവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സീരിയൽസാണ് അഡ്വക്കേറ്റ് അഞ്ജലി. മൗനരാഗമൊക്കെ എത്ര നാളായി എൻ്റെ അമ്മ, അത് എപ്പോഴെങ്കിലും തീരുമോ? മൗനരാഗം കാണുന്ന ആൾക്കാരായിരിക്കും. മൗനരാഗത്തിൻ്റെ ഫാൻസ് കുറേ പേരുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അഡ്വക്കേറ്റ് അഞ്ജലി ഇപ്പോൾ തുടങ്ങിയ സീരിയലാണ്. പിന്നെ പവിത്രവും ഒരിടയ്ക്ക് തുടങ്ങിയത്, പവിത്രത്തിനും ഫാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ടീച്ചറമ്മ ഭയങ്കര ഹൈപ്പിലൊക്കെ തുടങ്ങിയ ഒരു ഇതാണ്. പക്ഷേ എനിക്ക് ചില സമയത്ത് എനിക്കതൊരു യാഥാർത്ഥ്യത്തോട് ഇതാകുന്നു. പക്ഷേ എന്നാലും ഞാൻ അധികം ഇപ്പോൾ അത് ഈ പ്രൈം ടൈമിൽ നിന്ന് മാറിയത് കൊണ്ട് ഞാനത് കാണലില്ല. അതേപോലെ തന്നെ ഇഷ്ടം മാത്രവും നല്ല രീതിയിൽ വന്നൊരു സീരിയലാണ്. അത് നമ്മുടെ പഴയ മൊഹബത്തെ കഥ തന്നെയല്ലേ അത്? മൊഹബത്തെ എന്ന് പറഞ്ഞ ഹിന്ദിയിലെ അതേ കഥ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇഷ്ടം മാത്രം. അപ്പോൾ അതും ഇപ്പോൾ പ്രൈം ടൈമിൽ നിന്ന് മാറി. സ്നേഹക്കൂട്ടും പണ്ട് സ്നേഹക്കൂട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്, പ്രൈം ടൈമിൽ ഉണ്ടായിരുന്നതാണ് 6:30-7 മണി സമയത്ത്. പക്ഷേ ഇപ്പോൾ മാറ്റി ഉച്ചയ്ക്കൊക്കെ ആക്കി. ടീച്ചറമ്മയെ ഉച്ചയ്ക്കാക്കി. പക്ഷേ ഈ ഇഷ്ടം മാത്രത്തിലൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് അവരുടെ കോംബോയ്ക്കൊക്കെ. അപ്പം ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയൽസൊക്കെ ഞാൻ റിവ്യൂ ചെയ്യാം. അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാര്യം ഇതിൻ്റെ കഥയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, 2 ദിവസം 3 ദിവസം കൂടുമ്പോഴേ ഇത് മാറുള്ളൂ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ. അല്ലാത്ത ട്വിസ്റ്റുകളൊക്കെ അല്ലേ എല്ലാ ദിവസവും വന്നിരുന്ന് ഇതാക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം 3 ദിവസം ആ രീതിയിലാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും റിവ്യൂ ചെയ്യുന്നതായിരിക്കും. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ശരി തെറ്റ് അങ്ങനെയൊന്നുമല്ല. ഇത് ഗെയിമല്ലല്ലോ റിവ്യൂ ചെയ്യാൻ. ഇതൊരു ഇല്ലാത്ത ഒരു കാര്യമല്ലേ, അതായത് നമ്മളൊരു ഷോ അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട്, അതിലിങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലുള്ള നമുക്കൊരു ടോക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ മഴ തോരും, പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിങ്ങനെ ഈ ട്വിസ്റ്റ് നല്ലതാണോ ആ ട്വിസ്റ്റ് നല്ലതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഇത് പറയുക. പിന്നെ നമ്മൾ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിന് കാത്തിരിക്കാം. കുറേ അവാർഡുകൾ വാരിക്കൂട്ടിയ കുറേ സീരിയലുണ്ട്, അതിനെക്കുറിച്ചും പറയാം. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാണെന്ന് പറയാം. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ സീരിയൽ കാണുന്ന ആൾക്കാരെല്ലാവരും കാണുക. നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ പറയണം. കാരണം ഞാൻ ഈ ഫീൽഡിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ഇതെല്ലാം അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അഭിപ്രായം പറയുക. സ്പ്ലിറ്റ്സ്വില്ല കാണുന്ന ആരൊക്കെയാണെന്ന് പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.